Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലിറ്ററേച്ചറിൻ്റെ ജോണേഴ്സ് ആണ്, അതായത് ടൈപ്പുകൾ, തരങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നമുക്കറിയാം പോയട്രി ഉണ്ട്, അതുപോലെ തന്നെ പ്രോസ്, ഡ്രാമ, ഫിക്ഷൻ വരെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് നോൺ ഫിക്ഷൻ ആണ് പറയാനുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചറിൻ്റെ ജോണർ ടൈപ്പുകൾ. അപ്പോൾ ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. 5 മാർക്കിന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ജോണേഴ്സ് ദാറ്റ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് നോൺ ഫിക്ഷൻ. നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഏതെല്ലാം വരും എന്നുള്ളത്, അതാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബ്രോഡായിട്ട് ഒന്നിച്ച് ലിറ്ററേച്ചറിൻ്റെ ജോണേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ലിറ്ററേച്ചറിൻ്റെ ജോണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രി, അതുപോലെ തന്നെ ഡ്രാമ, പ്രോസ്, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ഇവയൊക്കെയാണ് ലിറ്ററേച്ചറിൻ്റെ ജോണേഴ്സ്. അപ്പോൾ നമ്മൾ ഇതിൽ ഫിക്ഷൻ വരെ പറഞ്ഞിട്ടുണ്ട്, ഫിക്ഷൻ വരെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, പ്രധാനമായിട്ട് പഠിക്കേണ്ടത് ബ്രോഡായിട്ട് നമ്മൾ ഒന്നിച്ച് ആ ഒരു വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും പഠിക്കണം ഓരോന്ന്. അതായത് ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ. ഇപ്പോൾ പോയട്രി പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോയട്രി. അതിൽ ടൈപ്പുകൾ, ഇപ്പോൾ നരേറ്റീവ് ഉണ്ട്, ബാലഡ് ഉണ്ട്, ഇങ്ങനെ പലതും, അല്ലെ എപ്പിക് ഉണ്ട്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യണം, ബ്രോഡായിട്ട് ഒന്നിച്ച് എന്ത് ചെയ്യാം, ബ്രോഡായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ചോദിക്കാം. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കളയുന്നില്ല, കാരണം എക്സാം അടുത്ത സ്ഥിതിക്ക് മാക്സിമം പെട്ടെന്ന് പറഞ്ഞ് തീർക്കണം നമുക്ക്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇന്ന് പറയാനുള്ളത് നോൺ ഫിക്ഷൻ്റെ ടൈപ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, നോൺ ഫിക്ഷൻ ഇന്ന് നമുക്ക് പറയാനുള്ളത് നോൺ ഫിക്ഷൻ ആണ്. എന്താണ് നോൺ ഫിക്ഷൻ എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഓർ നരേറ്റീവ് ഓർ എ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ that proposes claims and descriptions that are considered by the writers to be historically accurate. അപ്പോൾ എന്താണ് നോൺ ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഒന്നുകിൽ അതൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് അല്ല. അക്കൗണ്ട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവരണം എന്നാണ്. അപ്പോൾ അത് ഒന്നുകിൽ ഒരു വിവരണമാവും, അക്കൗണ്ട്, അല്ലെങ്കിൽ നരേറ്റീവ്. അപ്പോൾ അക്കൗണ്ടിൻ്റെ അർത്ഥവും നരേറ്റീവിൻ്റെ അർത്ഥവും ഒന്നാണ്. അതായത് നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നരേറ്റീവ് ആണ്, അല്ലെങ്കിൽ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് പ്രപ്പോസസ് ക്ലെയിംസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് ദാറ്റ് ആർ കൺസിഡേർഡ് ബൈ ദ റൈറ്റേഴ്സ് ടു ബി ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ്. അതായത് ചരിത്രപരമായിട്ട് കൃത്യമാണെന്ന് റൈറ്റേഴ്സ് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വിവരണമാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ഫിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ഫിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് എ ടൈപ്പ് ഓഫ് അക്കൗണ്ട്, നരേറ്റീവ് ഓർ എ പീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് പ്രപ്പോസസ് ക്ലെയിംസ്. അത് വാദിക്കുന്നു, ക്ലെയിം ചെയ്യുന്നുണ്ട്. എന്താ ക്ലെയിം ചെയ്യുന്നത്, ദാറ്റ് പ്രപ്പോസസ് ക്ലെയിംസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ്, വാദങ്ങൾ. എന്താണത് പറയുന്നത്, ദാറ്റ് ആർ കൺസിഡേർഡ് ബൈ ദ റൈറ്റേഴ്സ് ടു ബി ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്, ഒരു ഫിക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ റൈറ്റേഴ്സ് ചരിത്രപരമായിട്ട് ശരിയാണെന്ന് വാദിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഹിസ്റ്റോറിക്കലി ആക്യുറേറ്റ് ആണെന്ന് റൈറ്റേഴ്സ് പറയുന്ന, ക്ലെയിം ചെയ്യുന്ന പീസ് ഓഫ് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ നരേറ്റീവോ അല്ലെങ്കിൽ അക്കൗണ്ടോ ആണെന്ത് നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ലേൺ. ഇത് ആളുകളെ സഹായിക്കുന്നു. ലേൺ തിങ്സ് ഓർ ടു ഗെറ്റ് ഇൻഫോർമേഷൻ, കാര്യങ്ങളെ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അറിവ് നേടുന്നതിനോ.
ഇറ്റ് മേക്സ് യൂസ് ഓഫ് ടെക്സ്റ്റ് ഫീച്ചേഴ്സ്, ടേബിൾ ഓഫ് കണ്ടൻസ്, ചാർട്ട്, ഗ്രാഫ്സ്. അപ്പോൾ ഇത്തരത്തിൽ നോൺ ഫിക്ഷനിൽ നമുക്ക് എന്തെല്ലാം കാണാൻ കഴിയും? നമുക്കിതിൽ ഗ്രാഫുകൾ കാണാൻ കഴിയും, അതുപോലെ തന്നെ ടേബിൾ ആയിട്ടുള്ള വിവരങ്ങൾ കാണാൻ കഴിയും, അതുപോലെ തന്നെ പല ടെക്സ്റ്റ് ഫീച്ചേഴ്സും ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന കാര്യം കൃത്യമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, കാരണം പ്രസ്താവിക്കുന്നതിന് വേണ്ടി, അതായത് കൃത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ, ചരിത്രപരമായിട്ട് ശരിയാണെന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ സാക്ഷ്യപ്പെടുത്തിയ കാര്യങ്ങളാണ് എന്ത് നോൺ ഫിക്ഷൻ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഒരു നോൺ ഫിക്ഷനിൽ ടേബിൾ ഓഫ് കണ്ടൻസ്, ടെക്സ്റ്റ് ഫീച്ചേഴ്സ്, ചാർട്ടുകൾ, ഗ്രാഫുകൾ ഇതൊക്കെ എവിഡൻസുകളാണ്. പറയുന്ന കാര്യം കൃത്യമാണെന്ന് കാണിക്കുന്ന എവിഡൻസുകളെ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫാക്ട്സ് ആർ സ്റ്റേറ്റഡ് ഡയറക്ട്ലി. പലപ്പോഴും ഇത്തരം നോൺ ഫിക്ഷനിൽ യാഥാർത്ഥ്യങ്ങളെ, ഫാക്റ്റുകളെ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു മെത്തേഡാണ്. ഫാക്റ്റുകൾ ഡയറക്റ്റായി പറയുന്ന ഒരു മെത്തേഡാണ് പലപ്പോഴും നോൺ ഫിക്ഷനിൽ ഉപയോഗിക്കാറുള്ളത്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇത്തരം പറഞ്ഞ നോൺ ഫിക്ഷൻ വരെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ലിറ്ററേച്ചറിന്റെ ജോണേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ആർ ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോൺ ഫിക്ഷൻ എന്നുള്ളതാണ്. നോൺ ഫിക്ഷണൽ വർക്ക്സിന്റെ വ്യത്യസ്ത തരങ്ങൾ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട്, ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എന്ത് ചെയ്യാം, നോൺ ഫിക്ഷൻ സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നോൺ ഫിക്ഷനും ചോദിക്കാറുണ്ട്, ഫിക്ഷനും പോയട്രി ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊന്ന് നോക്കാം. ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോൺ ഫിക്ഷണൽ വർക്ക്സ് ആർ. നോൺ ഫിക്ഷനിൽ വരുന്ന ഡിഫറെന്റ് വർക്കുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഓട്ടോബയോഗ്രഫിയാണ് ഒന്ന്. ഇതൊക്കെ സിമ്പിളാട്ടോ. അതായത് ഇറ്റ് ഈസ് ദ ലൈഫ് സ്റ്റോറി ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ ദ പേഴ്സൺ ഹിംസെൽഫ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിത കഥ ആ വ്യക്തി തന്നെ എഴുതുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് റിട്ടൺ ഫ്രം ദി ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. അതായത് ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എന്നുള്ള പ്രോനൗണ്, ഞാന്, എൻ്റെ എന്നീ അർത്ഥങ്ങൾ വരുന്ന തരത്തിലുള്ള ഐ എന്നുള്ളതും മീ എന്നുള്ളതും മൈ എന്നുള്ളതുള്ള പ്രോനൗൺ ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെ എഴുതുമ്പോഴാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. കാരണം ആ വ്യക്തി അയാളുടെ ജീവചരിത്രം എഴുതുന്നതാണ്. ഇറ്റ് കോംപ്രൈസസ്, ഇത്തരം ഒരു ജീവചരിത്രത്തിലെ ഉൾക്കൊള്ളുന്നു. എന്തൊക്കെയാ ഉണ്ടാവുക? മെമ്മോയൽസ് ഉണ്ടാവും, ആ വ്യക്തിയുടെ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാവും, ടെസ്റ്റിമോണിയൽസ്, വാദഗതികൾ ഉണ്ടായിരിക്കും, ഹിസ്റ്റോറിക്കൽ ആൻഡ് ഐ വിറ്റ്നസ് അക്കൗണ്ട്സ്, ചരിത്രപരമായിട്ടുള്ളതും ആ വ്യക്തിയുടെ ദൃക്സാക്ഷിപരവുമായിട്ടുള്ള വിവരണങ്ങൾ, അക്കൗണ്ട്സ്. അത് ഓർത്തു വെക്കട്ടോ, അക്കൗണ്ട്സ് എന്നുള്ള വാക്ക് വിവരണങ്ങൾ, നറേറ്റീവ്സ് എന്നാണ്. അപ്പൊ ഇതെല്ലാം ഒരു ഓട്ടോബയോഗ്രഫിയുടെ ഭാഗമായിട്ട് വരും. ഇനി നമ്മൾ ഇതിന് എക്സാമ്പിൾ നോക്കുന്നത് നെൽസൺ മണ്ടേലയുടെ, കേട്ടില്ലേ നെൽസൺ മണ്ടേല, അദ്ദേഹത്തിന്റെ ലോങ് വാക്ക് ടു ഫ്രീഡം. അതുപോലെ തന്നെ ആൻ ഫ്രാങ്കിനെ കേട്ടില്ലേ, ആൻ ഫ്രാങ്കിന്റെ ദ ഡയറി ഓഫ് എ യങ് ഗേൾ. ആൻ ഫ്രാങ്കിന്റെ ആത്മകഥയാണ് എന്ത്, ഓട്ടോബയോഗ്രഫിയാണ് ആൻ ഫ്രാങ്ക്സ് ദ ഡയറി ഓഫ് എ യങ് ഗേൾ. നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് എന്ത്, ലോങ് വാക്ക് ടു ഫ്രീഡം. നോൺ ഫിക്ഷനിൽ വരുന്ന നെക്സ്റ്റ് വൺ ആണ് ബയോഗ്രഫി. ഇറ്റ് ഈസ് ദ ലൈഫ് സ്റ്റോറി ഓഫ് എ പേഴ്സൺ. ഇതും ഒരു പേഴ്സന്റെ ജീവചരിത്രമാണ്. റിട്ടൺ ബൈ അനദർ പേഴ്സൺ. ഇവിടെ അയാളല്ല എഴുതുന്നത്, മറ്റൊരു വ്യക്തിയാണ്. ഇറ്റ് ഈസ് റിട്ടൺ, നമ്മൾ നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്, അതായത് അയാൾ തന്നെ എഴുതുമ്പോൾ. ഇത് അങ്ങനെയല്ല, ഇത് മറ്റൊരാൾ എഴുതുകയാണ്. സോ ഇറ്റ് ഈസ് റിട്ടൺ ഫ്രം എ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ വരുന്നത് തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇനി ഇറ്റ് ഈസ് മോസ്റ്റ്ലി അബൌട്ട്, മിക്കവാറും ഇത്തരത്തില് ബയോഗ്രഫി എഴുതുക. എല്ലാവരുടെയും ബയോഗ്രഫി ഒന്നും എഴുതില്ല, കാരണം എൻ്റെ ബയോഗ്രഫി ഇതുവരെ ആരും എഴുതിയില്ല. എന്താ കാരണം? ബയോഗ്രഫി സാധാരണമായിട്ട് എഴുതുന്നത്, ആരുടെ ബയോഗ്രഫിയാണ് സാധാരണ എഴുതുക? എബൌട്ട് സെലിബ്രേറ്റഡ് പേഴ്സൺസ്, സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ. ആരാ സെലിബ്രിറ്റി? ഹൂ ഹാവ് അക്കംപ്ലിഷ്ഡ് സംതിങ് ഗ്രേറ്റ്.
ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ കാര്യങ്ങൾ നേടണം, അക്കംപ്ലിഷ്ഡ് സംതിങ് ഗ്രേറ്റ്, ഗ്രേറ്റ് ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ ലൈഫിൽ അക്കംപ്ലിഷ് ചെയ്ത ആളുകൾ, അത്തരം ആളുകൾ അവരുടെ ജീവചരിത്രങ്ങളെ എഴുതും. എക്സാമ്പിൾ, ബയോഗ്രഫിക്ക് എക്സാമ്പിൾ ആണ് ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ കേട്ടിട്ടില്ലേ? ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫിയാണ് ഇത് ഹെലൻസ് ബിഗ് വേൾഡ്, ദ ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ. ഇതാരാ എഴുതി അറിയോ? റിട്ടൺ ബൈ ഡോറീൻ റാപ്പാപ്പോർട്ട്. ഡോറീൻ റാപ്പാപ്പോർട്ട്. എന്താണ് ആത്മകഥയുടെ പേര്? ഹെലൻസ് ബിഗ് വേൾഡ്, ദ ലൈഫ് ഓഫ് ഹെലൻ കെല്ലർ ബൈ ഡോറീൻ റാപ്പാപ്പോർട്ട്. ഇനി അടുത്തത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം. അവ ന്യൂസ് പേപ്പർ വരുന്നത് നോൺ ഫിക്ഷനിലാണ്. ന്യൂസ് പേപ്പർ വരുന്നത് എന്താ ന്യൂസ് പേപ്പർ? ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഇൻ പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് വേർഷൻസ് അബൌട്ട് വേരിയസ് കറന്റ് ഇവന്റ്സ് ആൻഡ് ന്യൂസ്. വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ, അതുപോലെ തന്നെ കറന്റ് ഇവന്റ്സ്, നിത്യേന നടക്കുന്ന അന്നന്നത്തെ സംഭവങ്ങൾ, വ്യത്യസ്തമായ സംഭവങ്ങളെ കുറിച്ചുള്ള പ്രിന്റഡ് പബ്ലിഷ്ഡ് വേർഷൻസ്, അതിൻ്റെ പ്രിന്റ് ചെയ്ത രൂപമാണ് എന്ത്? ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഇൻ പ്രിന്റഡ്, അതായത് ആർട്ടിക്കിൾസ് ആണ്, പ്രിന്റ് ചെയ്ത ആർട്ടിക്കിൾസ് ആണ്. അതുപോലെ തന്നെ പബ്ലിഷ്ഡ് വേർഷൻസ് അബൌട്ട് വേരിയസ് കറന്റ് ഇവന്റ്സ് ആൻഡ് ന്യൂസ്. അപ്പൊ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ന്യൂസ് പേപ്പർ എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത്? പ്രിന്റഡ് ആർട്ടിക്കിൾസ്, പബ്ലിഷ്ഡ് ഇവന്റ്സ് ആൻഡ് ന്യൂസ്, ഷോർട്ട് ആക്കിയിട്ട് പബ്ലിഷ്ഡ് ഇവന്റ്സ് ആൻഡ് ന്യൂസ്, പ്രിന്റഡ് ആർട്ടിക്കിൾസ്, ഇതിന്റെ കളക്ഷൻ ആണ് എന്ത്? ന്യൂസ് പേപ്പർ. ഇറ്റ് ഈസ് യൂഷ്വലി പബ്ലിഷ്ഡ് ഡെയിലി ഓർ വീക്ക്ലി. ഡെയിലി ആയിട്ടും വീക്ക്ലി ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്? പബ്ലിഷ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ദ ഹിന്ദു, ദ ടൈംസ് ഓഫ് ഇന്ത്യ. ഇനി അടുത്തത് പറയട്ടെ, മാഗസിൻ. എന്താണ് മാഗസിൻ? അപ്പൊ ഞാൻ വേഗത്തിൽ പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സാം എടുത്ത കാര്യം, അതാണ് ഒന്ന് കുറച്ച് വേഗത കൂട്ടിയത് കേട്ടോ. മാഗസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മാഗസിൻ ഇസ് എ കളക്ഷൻ ഓഫ്, എന്തിന്റെ കളക്ഷനാ മാഗസിൻ? ആർട്ടിക്കിൾസ്, സ്റ്റോറീസ്, ഇലസ്ട്രേഷൻസ്, വിശദീകരണങ്ങൾ. മാത്രമല്ല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ പറഞ്ഞവയെല്ലാം എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് പീരിയോഡിക്കലി. പീരിയോഡിക്കലി ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് മാഗസിൻസ് പീരിയോഡിക്കലി ആണ്, ഇടക്കിടക്ക്, അതായത് ഇടക്കിടക്ക് പബ്ലിഷ് ചെയ്യുന്നതാണ് എന്ത്? മാഗസിൻസ്. പീരിയോഡിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്നാണ് കേട്ടോ. എ മാഗസിൻ ഈസ് എ കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ്, സ്റ്റോറീസ് ആൻഡ് ഇലസ്ട്രേഷൻസ്. മാത്രമല്ല ദാറ്റ് ഈസ് പബ്ലിഷ്ഡ് പീരിയോഡിക്കലി. അപ്പൊ മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നത് പീരിയോഡിക്കലി ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ദ ജെന്റിൽമാൻസ് മാഗസിൻ, ഒരു മാഗസിന്റെ പേരാണ് എന്ത്? ജെന്റിൽമാൻസ് മാഗസിൻ എന്നുള്ളത്. ഈ ജെന്റിൽമാൻസ് മാഗസിൻ വാസ് പബ്ലിഷ്ഡ്, ദ ഫസ്റ്റ് ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ. ആദ്യം പബ്ലിഷ് ചെയ്ത പൊതു താല്പര്യ ജനറൽ ഇൻട്രസ്റ്റ് മാഗസിൻ ആണ് എന്ത്? ദ ജെന്റിൽമാൻസ് മാഗസിൻ. പേര് ഓർത്തു വെക്കണം, ഒരു മാർക്കിന്റെ ചോദ്യം വന്നാലോ. ദ ജെന്റിൽമാൻസ് മാഗസിൻ. ഇത് എന്നാണ് ഇത് പബ്ലിഷ് ചെയ്തത്? ഇറ്റ് വാസ് ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1731, 1731 ഇൻ ലണ്ടൻ. ലണ്ടനിലാണ് ഇത് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്. അപ്പൊ എന്താണ് ആ മാഗസിന്റെ പേര്? ദ ജെന്റിൽമാൻസ് മാഗസിൻ. ഇനി മാഗസിൻ കഴിഞ്ഞാൽ നോൺ ഫിക്ഷനിൽ അവസാനമായിട്ട് ഒരു ടൈപ്പ് കൂടി പറയാനുണ്ട്, അതായത് ജേണൽ. എന്താണ് ജേണൽ? ഇറ്റ് ഈസ് എ പബ്ലിക്കേഷൻ. It is a publication containing articles written by professors, researchers and other experts. അപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ, റിസർച്ചേഴ്സ്, ഗവേഷണം നടത്തുന്ന ആളുകൾ, പ്രൊഫസർമാർ, ഇവരുടെ ലേഖനങ്ങൾ, ഇവരെഴുതിയ ലേഖനങ്ങളുടെ ഒരു പബ്ലിക്കേഷനാണ് എന്ത്? ജേണൽ. ഫോക്കസിങ് ഓൺ പെർട്ടിക്കുലർ ഡിസിപ്ലിൻ ഓർ ഏരിയാസ് ഓഫ് സ്റ്റഡി, ചില പ്രത്യേക പഠന മേഖലകൾ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഡിസിപ്ലിൻ. എനിക്കറിയില്ല, നിങ്ങൾ ഡിസിപ്ലിൻ എന്ന വാക്ക് മര്യാദ എന്ന അർത്ഥത്തിൽ അല്ലാതെ കേട്ടിട്ടുണ്ടോ?
ഇല്ലെങ്കിൽ മനസ്സിലാക്കുക ഡിസിപ്ലിന് പഠനശാഖ എന്ന അർത്ഥമുണ്ട്. ആ പർട്ടിക്കുലർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക പഠനശാഖയോ അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് സ്റ്റഡി പഠന മേഖലയോ ഫോക്കസ് ചെയ്തിട്ട് ചില പ്രത്യേക പഠന മേഖലയിലോ ചില പ്രത്യേക പഠന ശാഖയെയോ ഫോക്കസ് ചെയ്തിട്ട് എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളോ റിസർച്ചേഴ്സോ പ്രൊഫസേഴ്സോ എഴുതിയ ലേഖനങ്ങളുടെ പബ്ലിക്കേഷനാണ് ജേണൽ. അപ്പം ജേണൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ എഴുതിയതല്ല. ജേണൽ എന്ന് പറയുമ്പോൾ പ്രൊഫസേഴ്സ്, റിസർച്ചേഴ്സ്, അതുപോലുള്ള എക്സ്പേർട്ടുകൾ എഴുതുന്നതാണ്. അതും ചില പ്രത്യേക മേഖലയെ ഫോക്കസ് ചെയ്തിട്ട്, ഏതാ പഠന മേഖലയും അതുപോലെ തന്നെ ചില പ്രത്യേക പഠന ശാഖകളും. ഇറ്റ് ഈസ് മെന്റ്, ഇത് ആർക്ക് വേണ്ടിയിട്ടാ? നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾ വായിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇറ്റ് ഈസ് മെന്റ് ടു ബി റെഡ് ബൈ അക്കാദമിഷ്യൻസ്. ഇത് ആരാണ് വായിക്കേണ്ടത്? അക്കാദമിഷ്യൻസ്. അപ്പൊ നിങ്ങൾ വായിക്കണം. അക്കാദമിഷ്യൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ആണ്, വിദ്യാർത്ഥികൾ ഇത് വായിക്കണം. ആൻഡ് സ്കോളേഴ്സ്, അതുപോലെ തന്നെ സ്കോളേഴ്സ് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ. അപ്പൊ അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ടു ഗെറ്റ് ഇൻഫോർമേഷൻ. ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ജേർണൽസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിവ് ലഭിക്കും. അപ്പോൾ ഇറ്റ് ഈസ് മെന്റ് ടു ബി റെഡ് ബൈ അക്കാദമിഷ്യൻസ് ആൻഡ് സ്കോളേഴ്സ്. ദർ ആർ സ്പെസിഫിക് ജേർണൽസ് ഫോർ ലിറ്ററേച്ചർ, സയൻസ്, സോഷ്യൽ സയൻസ്. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ സയൻസ്, സോഷ്യൽ സയൻസ്, ഇതുപോലുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ പ്രത്യേകം ജേണലുകൾ ആ വിഷയങ്ങളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ചില പ്രത്യേക പഠന മേഖലകൾ, ശാഖകൾ. അപ്പൊ ആ ശാഖകൾ എന്ന് പറയുമ്പോഴാണ് ലിറ്ററേച്ചറിൽ ചെയ്യുന്ന ജേണലുണ്ട്, സയൻസിൽ ചെയ്യുന്ന ജേണലുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്. ഇതൊക്കെ ഓരോ ഡിസിപ്ലിനാണ്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മര്യാദ എന്ന് മാത്രമല്ല. എന്തുണ്ട് അർത്ഥം? ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, ഒരു പഠന മേഖല, വിഷയം. അപ്പൊ അതാണ് പറയുന്നത് ലിറ്ററേച്ചറിനും സയൻസിനും സോഷ്യൽ സയൻസിനൊക്കെ പ്രത്യേകം ജേണലുകളുണ്ട്. അതത് വിഷയങ്ങളിലെല്ലാം പ്രത്യേകം ഗവേഷകർ ജേണലുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിട്ടുള്ള വിദ്യാർത്ഥികൾ അത് വായിക്കും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി എന്ത് കഴിഞ്ഞു? അതായത് ജേർണൽസ് ഓഫ് ലിറ്ററേച്ചറും കഴിഞ്ഞു. അതിലെ ലാസ്റ്റ് ആയിട്ടുള്ള ഫിക്ഷന്റെ കീഴിൽ വരുന്ന ടൈപ്പുകളും കഴിഞ്ഞു. നോക്കാം. അപ്പൊ ഫിക്ഷന്റെ കീഴിൽ ഏതൊക്കെയാ പറഞ്ഞത്? വേഗം എന്ന് പറയാണ്. ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞതാണ് ന്യൂസ് പേപ്പർ, മാഗസിൻ, ജേണൽ. ഓർത്ത് വെക്കാട്ടോ, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നോക്കൂ, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി പറയാണ്ട് അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിറ്റ് കഴിഞ്ഞ് ഇന്ന് തന്നെ നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഇതാണ് ഫോംസ് ഓഫ് ലിറ്ററേച്ചർ. ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ഏതൊക്കെയാണ്? ലിറ്ററേച്ചറിന്റെ ഫോംസ് മാറിപ്പോവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഫോംസ് ഓഫ് ലിറ്ററേച്ചർ. ലിറ്ററേച്ചറിന്റെ ഫോംസ് ഏതൊക്കെയാ? 3 ഫോംസ് ആണുള്ളത്. ലിറ്ററേച്ചറിന് 3 ഫോംസ് ഉണ്ട്. ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഓറൽ ലിറ്ററേച്ചർ, രണ്ടാമത്തേത് റിട്ടൺ ലിറ്ററേച്ചർ, മൂന്നാമത്തേത് വിഷ്വൽ. അതായത് ഓറൽ എന്ന് പറഞ്ഞാൽ ഓർത്തോളൂ, വായ്മൊഴിയായിട്ട് ഓറൽ ഇനി പഠിക്കണ്ട. റിട്ടൺ എന്ന് പറഞ്ഞാലോ വരമൊഴി, എഴുതുന്നത്. വിഷ്വൽ എന്ന് പറഞ്ഞാലോ കാഴ്ചക്കുള്ളത്. കേട്ടോ, ഞാൻ ഇനി ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമ്പിൾസ് സഹിതം എഴുതാൻ വേണ്ടിയാണ് എക്സാമിന് ചോദിച്ചിരുന്നത്. അതുകൊണ്ടൊന്ന് പറയാം. ഒന്ന് ഓറൽ ലിറ്ററേച്ചർ. ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ പോയട്രി, അതുപോലെ തന്നെ ഡ്രാമ, പ്രോസ് എഴുതരുത്, മാറരുത് കേട്ടോ. പ്രത്യേകം പറയാണ് ഞാൻ. അത് ജേർണൽസ് ആണ്. ഇതെന്താണ്? ഫോം ഓഫ് ലിറ്ററേച്ചർ ആണ്. ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ആണ് കുട്ടികളെ, മാറരുത് കേട്ടോ. അപ്പൊ ഒന്നാമത്തേത് ഓറൽ ലിറ്ററേച്ചർ. എന്താ ഓറൽ ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ ദാറ്റ് ഈസ് പാസ്ഡ് ഓൺ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ ബൈ വേർഡ് ഓഫ് മൗത്ത്. വായ്മൊഴിയായിട്ട് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് പാസ് ചെയ്യുന്നതാണ് എന്ത്? ഓറൽ ലിറ്ററേച്ചർ. നമ്മുടെ നാടൻ പാട്ട് എന്നൊക്കെ പറയുന്ന പോലെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബാലഡ്സ്. ബാലഡ്, നാടോടി പാട്ടുകൾ പോലുള്ള പാട്ടുകളാണ് എന്ത്? ബാലഡ്. ഈ ബാലഡ് അതിന് എക്സാമ്പിൾ ആണ്. ദ ബാലഡ്സ് ദാറ്റ് വേർ സങ് ബൈ ദ ബാർഡ്സ് ഡ്യൂറിങ് ദി ആൻഷ്യൻ പീരീഡ്.
അതായത് പുരാതന കാലഘട്ടം, ആൻഷ്യൻ കാലഘട്ടത്തിൽ പാടിയിരുന്ന ബാലഡുകൾ. ഈ ബാലഡുകൾ വായ്മൊഴിയായിട്ടാണ് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്തിരുന്നത്. രണ്ടാമത്തേത് റിട്ടൺ ലിറ്ററേച്ചർ. റിട്ടൺ ലിറ്ററേച്ചർ ദാറ്റ് ഈസ് ഇൻ മാനുസ്ക്രിപ്റ്റ് ആൻഡ് പ്രിന്റഡ് ഫോം. മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ കൈപ്പതിയായിട്ടുള്ളത്, കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. അതല്ലെങ്കിൽ പ്രിന്റഡ് ഫോം, പ്രിന്റ് ചെയ്തത്. ആ രൂപത്തിലുള്ള ലിറ്ററേച്ചറാണ് എന്ത്? റിട്ടൺ ലിറ്ററേച്ചർ, അതായത് വരമൊഴിയായിട്ടുള്ളത്. അപ്പൊ മാനുസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ പ്രിന്റഡ് ഫോമോ. എക്സാമ്പിള് ദ പോയംസ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്, അല്ലെങ്കിൽ നോവൽസ് ഓഫ് ഡാൻ ബ്രൗൺ. വേറെ ഇപ്പൊ എന്ത് ചെയ്യാം, റൈറ്റേഴ്സിനെ മാറ്റി പറയാം, ഒരു പ്രശ്നമില്ല കേട്ടോ. ഷേക്സ്പിയറെ പറയാം, ആരെയും പറയാം കേട്ടോ. ഇനി അടുത്തത് വിഷ്വൽ ലിറ്ററേച്ചർ. വിഷ്വൽ ലിറ്ററേച്ചർ അടുത്ത ഏതാ? വിഷ്വൽ ലിറ്ററേച്ചർ ആണ് അടുത്തത്. എന്താ വിഷ്വൽ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാല്? ലിറ്ററേച്ചർ ദാറ്റ് ഈസ് മെന്റ് ടു ബി പെർഫോംഡ് ബിഫോർ പീപ്പിൾ ഓർ ദ ഓഡിയൻസ്. അതായത് ഓഡിയൻസിന് മുൻപിൽ പെർഫോം ചെയ്യാം, നാടകം പോലെ ആളുകളെ കണ്ണുകൊണ്ടിരുന്ന് കാണാനുള്ളത്, വായിക്കാനുള്ളതല്ല. അപ്പൊ ഓഡിയൻസിന് മുൻപിൽ പെർഫോം ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ലിറ്ററേച്ചറാണ് വിഷ്വൽ ലിറ്ററേച്ചർ. എക്സാമ്പിൾ ആണ് വിഷ്വൽ ലിറ്ററേച്ചർ. അതായത് ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ പെർഫോംഡ് ഓൺ ദ സ്റ്റേജ് ഓർ മൂവീസ്. നമുക്കറിയാം ഷേക്സ്പിയറിന്റെ നാടകം സിനിമയായിട്ട് വന്നിട്ടുണ്ട്. ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നു? നാടക കൊട്ടയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ പ്രധാനമായിട്ടും ട്രാജഡികളൊക്കെ വായിക്കാനുള്ളതായിരുന്നില്ല, അതായത് പെർഫോം ചെയ്യാനുള്ളതായിരുന്നു. ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ പെർഫോംഡ് ഓൺ ദ സ്റ്റേജ്, അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന ഷേക്സ്പിയറിന്റെ നാടകങ്ങൾ. അപ്പൊ ഇതാണ് എന്ത്? ഫോംസ് ഓഫ് ലിറ്ററേച്ചർ. ഒരിക്കലും മാറിപ്പോവരുത്, നന്നായിട്ട് മൈൻഡിൽ അങ്ങോട്ട് സെറ്റ് ആക്കും. ഫോംസ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൽ ലിറ്ററേച്ചർ, റിട്ടൺ ലിറ്ററേച്ചർ, വിഷ്വൽ ലിറ്ററേച്ചർ. മാറിപ്പോവരുത്, അതുപോലെ തന്നെ മൈൻഡിൽ സെറ്റ് ആക്കുക. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്ത്? ജോണേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? വാട്ട് ആർ ദ ഡിഫറെന്റ് ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ. കാരണം നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, കൺഫ്യൂഷൻ ആവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. ഇനി നോക്കാം. അപ്പൊ ഇത്രയാണ് ഒന്നാമത്തെ യൂണിറ്റ്. ഞാൻ അധികം സമയം കളയുന്നില്ല, രണ്ടാമത്തെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ലിറ്ററേച്ചറിന്റെ പരിണാമം എന്നുള്ളതാണ് എവല്യൂഷൻ ഓഫ് ലിറ്ററേച്ചർ. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാണ്. അത് കഴിഞ്ഞിട്ട് 2 മാർക്സിന്റെ ക്വസ്റ്റ്യനും 5 മാർക്സിന്റെ ക്വസ്റ്റ്യനും essay ക്വസ്റ്റ്യനും എല്ലാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഹു റോട്ട് ദ കാൻറ്റർബറി ടെയിൽസ്. ആരാണ് കാൻറ്റർബറി ടെയിൽസ് എഴുതിയിട്ടുള്ളത്? വളരെ ഫേമസ് പോയറ്റ് ആണ്. കാൻറ്റർബറി ടെയിൽസ് എഴുതിയിട്ടുള്ളത് ജെഫ്രി ചോസർ ആണ്. ജെഫ്രി ചോസർ കേട്ടോ. കാണാതെ പേരങ്ങോട്ട് പഠിക്കുക, സ്പെല്ലിങ്ങും ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത്തേത് ഹു വാസ് ദ ഫസ്റ്റ് ഇംഗ്ലീഷ് പ്രിന്റർ. ആരായിരുന്നു ആദ്യത്തെ ഇംഗ്ലീഷ് പ്രിന്റർ? അതായത് പ്രിന്റ് ചെയ്ത ആൾ കേട്ടോ, ഇംഗ്ലീഷ് പ്രിന്റർ. നോക്കൂ, വില്യം കാക്സ്റ്റൺ ആണ്. വില്യം കാക്സ്റ്റൺ പേര് ഓർത്തു വെക്കുക, നന്നായിട്ട് ഓർക്കണം കേട്ടോ. വില്യം കാക്സ്റ്റൺ ആണ് ആദ്യത്തെ പ്രിന്റർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ നോൺ ഫിക്ഷണൽ റൈറ്റിംഗ്സ് ഓഫ് വിക്ടോറിയൻ ഏജ് കാൾഡ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ നോൺ ഫിക്ഷനെ എന്താണ് വിളിച്ചിരുന്നത്? സേജ് റൈറ്റിംഗ്സ്. വിക്ടോറിയൻ കാലഘട്ടത്തിലെ നോൺ ഫിക്ഷന് അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പേരാണ്. എന്താ പേര്? സേജ് റൈറ്റിംഗ്സ്. സേജ് റൈറ്റിംഗ്സ് ഓർത്തു വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് പ്ലേ ഈസ് കോൺഗ്രീവ്സ് ദ വേ ഓഫ് ദ വേൾഡ്. കോൺഗ്രീവിന്റെ ദ വേ ഓഫ് ദ വേൾഡ്, ദ വേ ഓഫ് ദ വേൾഡ് എന്നുള്ളത് ഏത് തരത്തിൽപ്പെടുന്ന നാടകമാണ്? ദ കോമഡി ഓഫ് മാനേഴ്സ്. ഏത് ടൈപ്പാ? ദ കോമഡി ഓഫ് മാനേഴ്സ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ടു വിച്ച് സെഞ്ചുറി ഡിഡ് ദ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ബിലോങ്. അതായത് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് ഉൾക്കൊള്ളുന്ന ഏത് കാലഘട്ടത്തിലാണ് അവർ വരുന്നത്? 17-ാം നൂറ്റാണ്ടിലാണ് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് വരുന്നത്. മെറ്റാഫിസിക്കൽ പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ
മെറ്റാഫേഴ്സ്, അതായത് അലങ്കാരങ്ങൾ, സങ്കീർണമായിട്ടുള്ള വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്ന സങ്കീർണമായ കോംപ്ലക്സ് ഇമാജറീസ് ഉപയോഗിക്കുന്ന കവിതകളാണ് എന്ത്? മെറ്റാഫറിക്കൽ പോയംസ്, മെറ്റാഫിസിക്കൽ പോയംസ്. ഇവരെയാണ് നമ്മൾ മെറ്റാഫിസിക്കൽ പോയറ്റ്സ് എന്ന് പറയുന്നത്. ഇവര് മെറ്റാഫിസിക്കൽ പോയറ്റ്സ് വരുന്ന കാലഘട്ടം 17th century. നൗ ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പബ്ലിഷ്ഡ് ലിറിക്കൽ ബാലഡ്സ്? ആരാണ് ലിറിക്കൽ ബാലഡ്സ് പബ്ലിഷ് ചെയ്തത്? രണ്ടു പേരാണ്. ഒന്ന് വില്യം വേർഡ്സ്വർത്ത്, രണ്ടാമത്തേത് സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ഷോർട്ട് ആക്കിയിട്ടാണ് ടെക്സ്റ്റിൽ ST കോൾറിഡ്ജ്, സാമുവൽ ടൈലർ കോൾറിഡ്ജ്. അടുത്തത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ഡ്രമാറ്റിക് മോണോലോഗ്? ആരാണ് ഡ്രമാറ്റിക് മോണോലോഗ് എഴുതിയത്? റോബർട്ട് ബ്രൗണിംഗ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കവിത, ആ കവിതയിൽ ഒരാൾ മാത്രം സംസാരിക്കാം. ഇതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മൈ ലാസ്റ്റ് ഡച്ചസ്. ഇത് റോബർട്ട് ബ്രൗണിങ്ങിന്റെ കവിത തന്നെയാണ്, മൈ ലാസ്റ്റ് ഡച്ചസ്. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ, ഓർത്ത് വെച്ചോളൂ. സാധാരണ ഇങ്ങനെ എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്, അപ്പോൾ ടെക്സ്റ്റിൽ വരുന്നില്ല, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നും പറഞ്ഞതാണ്. അപ്പോൾ ഡ്രമാറ്റിക് മോണോലോഗ് റോബർട്ട് ബ്രൗണിംഗ് ആണ് എഴുതിയിട്ടുള്ളത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് ദ പോയം ദ വേസ്റ്റ് ലാൻഡ്? വേസ്റ്റ് ലാൻഡ് ആരാണ് എഴുതിയത്? വേസ്റ്റ് ലാൻഡ് എഴുതിയത് T.S. എലിയട്ട് ആണ് എഴുതിയിട്ടുള്ളത്. T.S. എലിയട്ട്, ദ വേസ്റ്റ് ലാൻഡ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ദ കോമഡി ഓഫ് ഐഡിയാസ്? കോമഡി ഓഫ് ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്നറിയോ? GB ഷാ, അതായത് ജോർജ് ബെർണാഡ് ഷാ. ജോർജ് ബെർണാഡ് ഷാ. എന്താണ് ക്വസ്റ്റ്യൻ? കോമഡി ഓഫ് ഐഡിയാസ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ജോർജ് ബെർണാഡ് ഷാ. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഏജ് ഡിഡ് പോയറ്റിക് കോമഡി ഒറിജിനേറ്റ്? പോയറ്റിക് കോമഡി ഒറിജിനേറ്റ് ചെയ്തത് ഏത് കാലഘട്ടത്തിലാണ്? എക്സാമ്പിൾ വരുന്നത് ഏത് കാലഘട്ടമാണ്? വിക്ടോറിയൻ ഏജ് ആണ്. വിക്ടോറിയൻ ഏജ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ റെവല്യൂഷണറി പോയറ്റ് ഓഫ് റൊമാൻറ്റിക് പീരീഡ്? റൊമാൻറ്റിക് പീരീഡിലെ വിപ്ലവകരമായിട്ടുള്ള കവി ആരാണ്? എക്സാമ്പിൾ ആണ് PB ഷെല്ലി. ഒരു മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഹൂ വാസ് ദ റെവല്യൂഷണറി പോയറ്റ് ഓഫ് ദ റൊമാൻറ്റിക് പീരീഡ്? PB ഷെല്ലി. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പീരീഡ് ഈസ് നോൺ ആസ് ദ ഏജ് ഓഫ് റീഡേഴ്സ്? റീഡേഴ്സിന്റെ ഏജ് എന്നറിയപ്പെട്ട കാലഘട്ടം ഏതാണ്? ദ വിക്ടോറിയൻ ഏജ്. അപ്പൊ വിക്ടോറിയൻ ഏജ് തന്നെയാണ് എന്ത്? ഏജ് ഓഫ് റീഡേഴ്സ്. ദ ഏജ് ഓഫ് റീഡേഴ്സ്, ദ വിക്ടോറിയൻ ഏജ് ഈസ് നോൺ ആസ് ദ ഏജ് ഓഫ് റീഡേഴ്സ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ടേം റെനൈസൻസ് മീൻ? റെനൈസൻസ്, നവോത്ഥാനം. നവോത്ഥാനം എന്ന പദത്തിന് അർത്ഥം എന്താ? ഹിസ്റ്ററി പഠിച്ചവർ പറ. എന്താ നവോത്ഥാനം? റീബർത്ത്, പുനർജനനം, റീബർത്ത്. ഓർത്ത് വെക്കട്ടോ, നവോത്ഥാനം, റിനൈസൻസ്, റീബർത്ത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്യൂരിറ്റൻ ഏജ് ഓൾസോ നോൺ ആസ്? പ്യൂരിറ്റൻ ഏജിന്റെ മറ്റൊരു പേര്, പ്യൂരിറ്റൻ ഏജിന്റെ മറ്റൊരു പേരാണ് ദ ഏജ് ഓഫ് മിൽട്ടൺ. മിൽട്ടന്റെ കാലഘട്ടം, ദ ഏജ് ഓഫ് മിൽട്ടൺ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കവിയാണ് ആര്? മിൽട്ടൺ. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ പേര് ദ ഏജ് ഓഫ് മിൽട്ടൺ. ഷോർട്ട് ക്വസ്റ്റ്യനിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ഏത്? നെയിം എ പോയം ബൈ T.S. എലിയട്ട്. T.S. എലിയട്ട് എഴുതിയിട്ടുള്ള കവിതയുടെ പേര് പറയാം. T.S. എലിയട്ട് എഴുതിയിട്ടുള്ള കവിതയാണ് ഏത്? ദ വേസ്റ്റ് ലാൻഡ്. അപ്പൊ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് അരമണിക്കൂറായി. ഇന്നത്തെ ക്ലാസ് നമ്മുടെ വീഡിയോ ലെങ്ത് അരമണിക്കൂർ ആയിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ സാധാരണ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. അതായത് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ പൊതുവെ വ്യൂവേഴ്സ് കുറവാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. മാത്രമല്ല ഞാൻ മാക്സിമം ക്ലാസ് ഒന്ന് സ്പീഡപ്പ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ മാക്സിമം പരമാവധി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കാം.
അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ട് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കുന്നത് കാരണം ടൈം പിടിക്കാം. അപ്പം നോട്ട് എഴുതി ഉണ്ടാക്കി നോട്ട് ടൈപ്പ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കാരണം പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും. കാരണം അതിനനുസരിച്ചിട്ട് എൻ്റെ കയ്യിൽ നോട്ടും കൂടി തയ്യാറായി വരണ്ടേ. അപ്പോൾ അത് കാരണമാണ് എനിക്ക് ടൈം പിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഡെയിലി വേണമെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യാം. പക്ഷേ ഡെയിലി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ട് ഡെയിലി ഞാൻ എഴുതി ടൈപ്പ് ചെയ്തിട്ട് എത്തൂല. അപ്പോൾ അതാണ് ഈ ഒന്നിടവിട്ട് ചെയ്യണത് കേട്ടോ. എന്നാലും ഞാൻ മാക്സിമം എന്ത് ചെയ്യാം, മാക്സിമം പറ്റുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് മാക്സിമം കഴിയുന്നത്രത്തോളം എന്ത് ചെയ്യാം, സ്പീഡപ്പ് ആക്കി തരാം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.